ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 1ലെയും 2ലെയും ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സബ്ജക്ട് കോഡ് വരുന്നത് MET 203 ആണ്. ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം മൊഡ്യൂൾ 3യുടെ സിലബസ് നോക്കാം. മൊഡ്യൂൾ 3യുടെ സിലബസിൽ വരുന്നത് കൺട്രോൾ വോളിയം അനാലിസിസ് ഓഫ് മാസ്, ദെൻ മൊമെന്റം ആൻഡ് എനർജി, ഇക്വേഷൻസ് ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മാസ്, എനർജി ആൻഡ് മൊമെന്റം, ഓയിലേഴ്സ് ഇക്വേഷൻ, ദെൻ നേവിയർ-സ്റ്റോക്ക് ഇക്വേഷൻ വിത്തൗട്ട് പ്രൂഫ് ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, ദെൻ ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ബെർണോളിസ് ഇക്വേഷൻ, എനർജീസ് ഇൻ ഫ്ലോയിങ് ഫ്ലൂയിഡ്, ഹെഡ്, പ്രഷർ, ഡൈനാമിക്, സ്റ്റാറ്റിക് ആൻഡ് ടോട്ടൽ ഹെഡ്. ദെൻ ബെർണോളിസിന്റെ അപ്ലിക്കേഷൻ ആണ് വെഞ്ചുറി ആൻഡ് ഓറിഫൈസ് മീറ്റർ, നോച്ചസ്, വിയേഴ്സ്, ഡിസ്ക്രിപ്ഷൻ ഓൺലി ഫോർ ദി നോച്ചസ് ആൻഡ് വിയേഴ്സ്. അതിന്റെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ മാത്രം മതി. ബാക്കി വെഞ്ചുറിയുടെയും ഓറിഫൈസിന്റെയും ഒക്കെ നമുക്ക് ഇക്വേഷൻസും പ്രൂഫൊക്കെ പഠിക്കാനുണ്ട്. ദെൻ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്, ദെൻ വെലോസിറ്റി മെഷർമെന്റ്സ്, പിറ്ററ്റ് ട്യൂബ് ആൻഡ് പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 3യുടെ സിലബസിൽ വരുന്നത്. ഇനി നമുക്ക് മൊഡ്യൂൾ 3 എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ മൊഡ്യൂൾ 3 വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 3 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ലിമിറ്റേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷന്റെ ലിമിറ്റേഷൻസ് ഡിസ്കസ് ചെയ്യാം. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻസ് എന്താണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ 3 മാർക്സ് കിട്ടും. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ്. പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ് വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ലിമിറ്റേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ നോക്കാം. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷനിൽ ആദ്യം തന്നെ വരുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ഫ്ലോ സ്റ്റഡി ആവുന്ന അസംഷനിലാണ് നമ്മൾ ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ത്രൂ ഔട്ട് സോൾവ് ചെയ്ത് വരുന്നത്. സോ എപ്പോഴും ആ ഒരു ഫ്ലോ എപ്പോഴും സ്റ്റഡി ആയിരിക്കില്ല, അത് ട്രാൻസിയന്റ് സ്റ്റേറ്റിലേക്കും വേറെ ഇതിലേക്കൊക്കെ മാറാം. ദെൻ ആ ഒരു സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നതാണ് ആദ്യത്തെ അതിന്റെ ലിമിറ്റേഷൻ വരുന്നത്. ദ ഫസ്റ്റ് ലിമിറ്റേഷൻസ് ഓൺ ബെർണോളിസ് ഇക്വേഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു സ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ ടൈമിനനുസരിച്ച് ഫ്ലൂയിഡ് പാരാമീറ്റേഴ്സ് ഒന്നും വാരി ചെയ്യില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസിയന്റ്, അതായത് ഫ്ലോ പാരാമീറ്റേഴ്സ് ഒക്കെ ടൈം മാറുന്നതിനനുസരിച്ച് അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ടെന്ന്. ഓക്കെ, therefore it should be used during the transient startup and shutdown periods or during periods of change in the flow condition. ആ കണ്ടീഷൻസിലൊന്നും, ട്രാൻസിയന്റ് കണ്ടീഷൻസിലൊന്നും നമുക്ക് ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി ഫ്ലോ ആണെന്നുള്ള ഒരു അസംഷനിലാണ് ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആൻഡ് മിസ്യൂസ്ഡ് ഇക്വേഷൻ ആണ്. മിസ്യൂസ് ചെയ്യാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ത്രൂ ഔട്ട്, അതായത് ജസ്റ്റ് ഇപ്പൊ സ്റ്റഡി ഫ്ലോ എന്നുള്ള ഒരു അസംഷൻ നോക്കാതെ ട്രാൻസിയന്റ് കേസിലും ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ തന്നെ നമ്മൾ സെയിം യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം അത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. അറ്റ് എ ടൈം അത് തെറ്റിയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Okay, its versatility and simplicity and ease of use make it a very valuable tool for use in the analysis. But the same attribute also make it very tempting to misuse. Okay, അപ്പോൾ അത് തെറ്റി നമ്മൾ ആ അസംഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യാതെ അത് തെറ്റി നമുക്ക് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. Therefore, it is important to understand the restrictions on its applicability and observe the limitations on its use. Okay, അപ്പോൾ അത് കാരണം നമ്മൾ ഏതൊക്കെ പൊസിഷൻസിലാണ് അത് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നതെന്നും ഓക്കെ അതിന്റെ അപ്ലിക്കബിലിറ്റി എവിടേക്കാണ് വരുന്നതെന്നുള്ളതും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലിമിറ്റേഷൻ വരുന്നത് സ്റ്റഡി ഫ്ലോയുടെ കേസിലാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്റ്റഡി ഫ്ലോ ആയിരിക്കില്ല, അതായത് ടൈമിനനുസരിച്ച് എപ്പോഴും വേരി ചെയ്യാതെ ഇരിക്കില്ല. എപ്പോഴും അതായത് ചില സമയത്ത് അത് ട്രാൻസിയന്റ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ ആണ്. ദെൻ സെക്കൻഡ് ലിമിറ്റേഷൻ വരുന്നത് നെഗ്ലിജിബിൾ വിസ്കസ് എഫക്ട്സ്. Frictional effects are usually significant in long and narrow flow passages, in the wake region downstream of an object, and in diverging flow sections such as diffusers because of the increased possibility of fluid separating from the walls in such geometry. Frictional effects are also significant near solid surfaces. Thus, Bernoulli's equation is usually applicable along streamline in the core region of the flow
but not along the streamline close to the surface. Okay, Bernoulli's equation നമ്മൾ സ്ട്രീം ലൈനിന്റെ സർഫസിനെ ക്ലോസ് ആയിട്ട് നമ്മൾ എടുക്കാറില്ല. എപ്പോഴും അതിൽ നിന്ന് മൂവ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനിൽ മാത്രമാണ് ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് നെഗ്ലിജിബിൾ വിസ്കസ് എഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വിസ്കോസിറ്റി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വാൽവ് പാർഷ്യലി ക്ലോസ് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നതും ചേഞ്ച് ആയിരിക്കും. അതായത് ആ ഒരു സ്ട്രീം ലൈനിൽ കൂടെ സെയിം സ്ട്രീം ലൈനിൽ കൂടെ എല്ലാ ഫ്ലൂയിഡ് പാസ് ചെയ്യുക, അതിനൊരു വേരിയേഷൻ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വാൽവ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാലും സ്ട്രീം ലൈൻ വാരി ചെയ്യും. ഓക്കെ, ഇനി നാരോ ട്യൂബിലാണെങ്കിലും വിസ്കോസിറ്റിയുടെ ഇത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നെഗ്ലിജിബിൾ വിസ്കസ് എഫക്ട്സിലാണ് നമുക്ക് ഈ ബെർണോളിസ് ഇക്വേഷൻസ് യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ട് അലോങ് എ സ്ട്രീം ലൈൻ ക്ലോസ് ടു ദി സർഫസ്. സ്ട്രീം ലൈൻ ക്ലോസ് ടു ദി സർഫസ്, സർഫസിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു വേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ സ്ട്രീം ലൈനിന് വേരിയേഷൻസ് വരും. ഓക്കെ, അപ്പോൾ അവിടെയൊന്നും ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എ കമ്പോണന്റ് ദാറ്റ് ഡിസ്റ്റർബ്സ് ദി സ്ട്രീം ലൈൻഡ് സ്ട്രക്ചർ of flow and thus causes considerable mixing and backflow, such as a sharp entrance of the tube or partially closed valve in a flow section can make the Bernoullis equation inapplicable. ഓക്കെ, സ്ട്രീം ലൈൻ എവിടെയെങ്കിലും കട്ട് ചെയ്ത് പോവുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ ഡിസ്റ്റർബ് ആവുക, അങ്ങനത്തെ കണ്ടീഷൻസിലൊന്നും നമുക്ക് ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, തേർഡ് ഫാക്ടർ നോ ഷാഫ്റ്റ് വർക്ക്. ഓക്കെ, ഇപ്പോൾ ഷാഫ്റ്റിന്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ഫാൻ വരുമ്പോൾ ഒക്കെ സ്ട്രീം ലൈൻ കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊന്നും നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ദ ബെർണോളിസ് ഇക്വേഷൻ വാസ് ഡിറൈവ്ഡ് ഫ്രം എ ഫോഴ്സ് ബാലൻസ് ഓൺ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രീം ലൈൻ. അതായത് ഒരു പാർട്ടിക്കിൾ സ്ട്രീം ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ വരുന്ന അതിന്റെ ഫോഴ്സ് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ therefore Bernoullis equation is not applicable in a flow section that involves pump, turbine, fan or any other machine or impeller. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് ബാലൻസ് ചെയ്തിട്ടാണ് ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പമ്പ്, ഫാൻ അല്ലെങ്കിൽ ഇംപെല്ലർ അങ്ങനത്തെ എന്തെങ്കിലും ഡിവൈസസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രീം ലൈൻ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബെർണോളിസ് ഇക്വേഷൻ ഈ കണ്ടീഷൻസിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, when the flow section considered involves any of these devices, the energy equation should be used instead to account for the shaft work input or output. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോഴ്സ് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. പക്ഷേ ഫാൻ അല്ലെങ്കിൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ പാർട്സ് ഒക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ഇക്വേഷൻസ് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബെർണോളിസ് ഇക്വേഷൻ അവിടെ ഈ കേസസിലൊന്നും അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, ഇനി ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് സ്റ്റിൽ അതിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഈ കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ സ്ട്രീം ലൈൻസ് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ഫാനിന്റെ കേസിൽ പമ്പ്, ടർബൈൻ, ഫാൻ ഓർ എനി അതർ മെഷീൻ ഓർ ഇംപെല്ലർ ഈ ഡിവൈസസ് ഒക്കെ സ്ട്രീം ലൈൻ കട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ബെർണോളിസ് ഇക്വേഷൻ ഈ കണ്ടീഷൻസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫോർത്ത് ലിമിറ്റേഷൻ വരുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലോ. ബെർണോളിസിന്റെ അസംഷനിൽ നമ്മൾ പറയുന്ന കാര്യമാണ് നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലോന്റെ കേസിലാണ് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇൻകംപ്രസിബിൾ എന്ന് പറയുമ്പോൾ അവിടെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കംപ്രസിബിളിന്റെ കേസസിൽ ഒന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് സാധാരണ നമ്മുടെ റിയൽ ഫ്ലൂയിഡ്സ് ഒക്കെ കംപ്രസിബിൾ ആണ്. സോ ആ കേസസിലൊന്നും നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. Then negligible heat transfer. The density of a gas is inversely proportional to the temperature, and thus the Bernoullis equation should not be used for flow sections that involve significant temperature change, such as heating or cooling sections. ഓക്കെ, അപ്പോൾ ചെറിയ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച്, അതായത് ഹീറ്റിങ്ങോ കൂളിങ്ങോ ഒക്കെ നടക്കുമ്പോൾ വരുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെർണോളിസ് ഇക്വേഷൻ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ 5 പോയിന്റ്സ് ആണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് വന്നത് സ്റ്റഡി ഫ്ലോയിലാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നത്. സോ അതിന്റെ ഫസ്റ്റ് അസംഷൻ ആയിരുന്നു സ്റ്റഡി ഫ്ലോ. ദെൻ നെഗ്ലിജിബിൾ വിസ്കസ് എഫക്ട്സ് കുറവായിട്ടുള്ള ഫ്ലൂയിഡ്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അതായത് ഇൻവിസിഡ് ലിക്വിഡ് എന്നാണ് പറയുക. സോ ഓക്കെ, റിയൽ ഫ്ലൂയിഡ്സിന്റെ കേസിൽ നമുക്കപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ദെൻ തേർഡ് പോയിന്റ് നോ ഷാഫ്റ്റ് വർക്ക്. ഷാഫ്റ്റ്, ഫാന്, ടർബൈൻ, പമ്പ് ഇതൊന്നും ബെർണോളിസ് ഇക്വേഷൻസ് അപ്ലൈ ആവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം ലൈൻസ് കട്ട് ആവുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എനർജി ഇന്ററാക്ഷൻസ് വരും. സോ എനർജി ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, ഫോർത്ത് പോയിന്റ് ഇൻകംപ്രസിബിൾ ഫ്ലോയിലാണ്. നമ്മൾ ബെർണോളിസിന്റെ അസംഷനിൽ പറയുന്നതാണ് ഇൻകംപ്രസിബിൾ
ഫ്ലോ. സോ റിയൽ ഫ്ലൂയിഡിന്റെ കേസിൽ റിയൽ ഫ്ലൂയിഡ്സ് കംപ്രസിബിൾ ആണ്. സോ അത് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അതും അതിലൊരു ലിമിറ്റേഷൻസ് ആയിട്ട് വരും. ദെൻ നെഗ്ലിജിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കൂളിങ്ങോ ഹീറ്റിംഗോ ഒക്കെ നടക്കുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ടെമ്പറേച്ചർ ചേഞ്ച് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ്. ഓക്കെ, പിറ്റഡ് ട്യൂബും ഉണ്ട്, പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബും ഉണ്ട്. ഓക്കെ, പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി മെഷർ ചെയ്യാൻ തന്നെ സെയിം പിറ്റഡ് ട്യൂബ് എങ്ങനെയാണോ ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിനും. സെയിം യൂസ് തന്നെയാണ് പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിനും. അതായത് വെലോസിറ്റി മെഷർ ചെയ്യാനാണ് പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡയഗ്രം വരുമ്പോൾ ഇതിന് സെന്ററിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കും. ദെൻ ആ ഒരു മൊത്തം ആ ഒരു പൈപ്പ് പോകുമ്പോൾ ആ പൈപ്പിനെ സറൗണ്ട് ചെയ്തിട്ടും ഹോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, സെന്ററിൽ വരുന്ന ഹോളിനെ പറയുന്ന പേരാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോൾ. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോൾ എന്നാണ് സെന്ററിൽ വരുന്ന ഹോളിനെ പറയുന്നത്. ദെൻ അതിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ഹോൾസിനെ പറയുന്നതാണ് സ്റ്റാറ്റിക് പ്രഷർ ഹോൾ. ഓക്കെ, നമ്മൾ ഈ ഒരു ഫിഗർ എടുക്കുമ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ കാണാം ഈ സെന്ററിൽ പോകുന്ന ഈ ഒരു ഹോളിനെയാണ് നമ്മൾ ടോട്ടൽ ഹെഡ് ട്യൂബ് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോൾ എന്ന് പറയുന്നത്. ഈ സെന്ററിൽ പോകുന്ന ആ ഒരു ഹോളിനെയാണ്. ഓക്കെ, ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോകുന്നുണ്ട്. ആ ട്യൂബിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഹെഡ് ട്യൂബ്. ഓക്കെ, അതിലാണ് ഹോൾസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സ്റ്റാറ്റിക് ഹെഡ് ട്യൂബിലാണ് ഹോൾസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതൊരു ട്യൂബായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സെന്ററിൽ വരുന്ന ഹോളിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോൾ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ സറൗണ്ടിങ്സിൽ വരുന്ന ഹോളിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ അതിന്റെ സെക്ഷൻ വ്യൂ ആണ്. ഓക്കെ, അതിനെ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഫിഗർ ആണ്. ഇത് ഹോൾസ് ആണ്. ഓക്കെ, സറൗണ്ട് ചെയ്ത് ആ ഒരു മെയിൻ ട്യൂബിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ആ ഒരു സ്റ്റാറ്റിക് ഹെഡ് ട്യൂബാണ് സറൗണ്ടിങ് വരുന്ന ട്യൂബ്. ആ ട്യൂബിൽ സ്റ്റാറ്റിക് ഹെഡ് ട്യൂബിൽ വരുന്ന ഹോൾസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് പ്രഷർ ഹോൾ. Okay, the tubes recording static pressure and stagnation pressure are frequently combined into one instrument known as pitted static tube. Okay, അപ്പോൾ pitted static tube എന്ന് പറയുന്നത് tubes recording static pressure and stagnation pressure are combined into one instrument. അതായത് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിനും സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിനും റെക്കോർഡ് ചെയ്യുന്ന ആ രണ്ട് ട്യൂബ്സിനെയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഇൻസ്ട്രുമെന്റ് ആക്കിയതിനെ പറയുന്ന പേരാണ് പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ്. സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാറ്റിക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും മെയിൻ ട്യൂബിൽ കൂടെയാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ സറൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ട്യൂബിൽ സറൗണ്ടിങ്ങിൽ വന്നിരിക്കുന്ന ആ ഒരു ഹോൾസ്, അതായത് ഈ ഒരു ട്യൂബിൽ സറൗണ്ടിങ്സിൽ വരുന്ന ആ ഒരു ഹോൾസിലൂടെയാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇൻ ദിസ് സ്റ്റാറ്റിക് ട്യൂബ് സറൗണ്ട്സ് ദി ടോട്ടൽ ഹെഡ് ട്യൂബ്. ഓക്കെ, ടോട്ടൽ ഹെഡ് ട്യൂബിനെ സറൗണ്ട് ചെയ്തിട്ടാണ് സ്റ്റാറ്റിക് ഹെഡ് ട്യൂബ് ഉണ്ടായിരിക്കുക. അതായത് മെയിൻ ട്യൂബിനെ നമ്മൾ പറയുന്നത് ഇതിന് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോൾ ആണ്. ഇത് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോൾ ആണ്, അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് ട്യൂബ്. ഓക്കെ, ആ ടോട്ടൽ ഹെഡ് ട്യൂബിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റാറ്റിക് ഹെഡ് ട്യൂബ് ഉള്ളത്. ഓക്കെ, സ്റ്റാറ്റിക് ഹെഡ് ട്യൂബ് എന്ന് പറയുന്നത് ഈ പുറത്ത് വരുന്ന ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഹെഡ് ട്യൂബ്. ഇതിലെ സെന്ററിലെ ഈ ഒരു ഹോളിനെ പറയുന്ന പേരാണ് സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോൾ. സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോൾ ആണ് സെന്ററിൽ വരുന്നത്. ദെൻ ആ ഒരു ഹോളിനെ സറൗണ്ട് ചെയ്തിട്ടുള്ളതിനാണ് സ്റ്റാറ്റിക് പ്രഷർ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സ്റ്റാറ്റിക് ട്യൂബ് സറൗണ്ടിങ് ദി ടോട്ടൽ ഹെഡ് ട്യൂബ് ആൻഡ് 2 or more small holes are drilled radially through the outer wall into the annular space. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക് ട്യൂബിലാണ് ഹോൾസ് ഉണ്ടായിരിക്കുക. 2 or 3 ഹോൾസ് ആണ്, 2 or more ഹോൾസ് ആണ്, മിനിമം 2 ഹോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 2 or more small holes are drilled radially through the outer wall into the annular space. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ ഒരു ഔട്ടർ വാളിൽ നിന്ന് ഒരു two or more ഹോൾസ് ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു സ്റ്റാറ്റിക് ഹെഡ് ട്യൂബിൽ. ഓക്കെ, ഇപ്പൊ ഇതിൽ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ മെഷർ ചെയ്യുന്നത് വെലോസിറ്റി, കോമൺ ആയിട്ട് വെലോസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ പിറ്റഡ് ട്യൂബ് അല്ലെങ്കിൽ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഈ ഒരു ട്യൂബിൽ നിന്ന് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റാറ്റിക് ട്യൂബ് ഉണ്ടല്ലോ, ഈ സ്റ്റാറ്റിക് ട്യൂബിൽ നിന്ന് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യും. Okay, the pitted static tube is an instrument which records both static pressure and stagnation pressure combined together. It consists of two concentric tube. The outer tube is called static tube and ഉള്ളിൽ വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് stagnation tube. Okay, inner tube is called stagnation tube. The end of the static tube is sealed and a series of holes are provided on the horizontal surface for measuring static pressure.
ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ട്യൂബ് എങ്ങനെയാണ് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്യൂബിന്റെ എൻഡ് സീൽഡ് ആണ്. ദെൻ അതിന് ഇവിടെയാണ് ഹോൾസ് വരുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനിലാണ് അതിന് ഹോൾസ് വരുന്നത്. ബാക്കി എല്ലാ പോർഷനും അതിന്റെ സീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ദി എൻഡ് ഓഫ് ദി സ്റ്റാറ്റിക് ട്യൂബ് ഈസ് സീൽഡ് ആൻഡ് എ സീരീസ് ഓഫ് ഹോൾസ് ആർ പ്രൊവൈഡഡ് ഓൺ ദി ഹൊറിസോണ്ടൽ സർഫസ് ഫോർ മെഷറിംഗ് സ്റ്റാറ്റിക് പ്രഷർ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുന്നത് ആ ഹൊറിസോണ്ടലി കൊടുത്തിട്ടുള്ള ആ ഒരു ട്യൂബിന്റെ സർഫസിൽ കൊടുത്തിട്ടുള്ള ആ ഹോൾസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യുന്നത്. ദി സ്റ്റാഗ്നേഷൻ പ്രഷർ ഈസ് മെഷേർഡ് ബൈ ദി ഇന്നർ സ്റ്റാഗ്നേഷൻ ട്യൂബ്. ഓക്കെ, അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രഷർ മെഷർ ചെയ്യുന്നത് ഈ ഒരു ട്യൂബിൽ കൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവർ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലോ വെലോസിറ്റി എങ്ങനെ മെഷർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഇത് സ്റ്റാറ്റിക് ട്യൂബും സെന്ററിൽ സ്റ്റാഗ്നേഷൻ ട്യൂബും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിലെ സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത് ഈ സെന്ററിൽ വരുന്ന ഈ ഒരു ട്യൂബിനെ മാത്രം കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മറ്റേ ട്യൂബിനെ മാനോമീറ്ററിന്റെ അടുത്ത എൻഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാറ്റിക് ട്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു സറൗണ്ടിങ്ങിൽ വരുന്ന ഈ ട്യൂബിനെ മാനോമീറ്ററിന്റെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്തു. ദെൻ സെന്ററിൽ നമ്മുടെ സ്റ്റാഗ്നേഷൻ പ്രഷറിന്റെ ഹോളിനെ വേറൊരു എൻഡിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് മെർക്കുറി മാനോമീറ്ററിന്റെ കണക്ട് ചെയ്തു. യൂട്യൂബ് മാനോമീറ്ററിൽ കണക്ട് ചെയ്തു. ദെൻ നമുക്ക് അതിൽ നിന്ന് ഈ ഒരു എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് ടോട്ടൽ ഹെഡ് ലോസ് നമുക്ക് കിട്ടും. H is equal to അതിനെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ x into SH/S0 - 1. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് H ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ V is equal to CV into √2gh. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിൽ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ഫിഗർ വരയ്ക്കുക. ഫസ്റ്റ് പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിന്റെ ഫിഗർ വരയ്ക്കുക. ഓക്കെ, അതിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ ഹോളും സ്റ്റാറ്റിക് പ്രഷർ ഹോളും മാർക്ക് ചെയ്യാം. ദെൻ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഫൈനലി അതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ അത് രണ്ട് എൻഡിലേക്ക് യൂട്യൂബ് മാനോമീറ്ററിന്റെ രണ്ട് എൻഡിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് V is equal to CV into √2gh ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ് വരുന്നത്. ഓക്കെ, ദെൻ അതിന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 15th ക്വസ്റ്റ്യനും 16th ക്വസ്റ്റ്യനും ഉണ്ട് പാർട്ട് ബിയിൽ. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് നോക്കിയിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണ് വായിച്ചിട്ട് ഈസിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്. അതായത് 15th ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 15th എയും 15th ബിയും സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ 16th ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 16th എയും 16th ബിയും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 15th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ 15th എ ക്വസ്റ്റ്യൻ വരുന്നത് ഡിറൈവ് ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു പൈപ്പിലോട്ടുള്ള ഒരു ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സെക്ഷനിലെയും മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് സെക്ഷൻ 1 കൂടെയുള്ള മാസ് ഫ്ലോ റേറ്റ് തന്നെയായിരിക്കും സെക്ഷൻ 2 കൂടെയുള്ള മാസ് ഫ്ലോ റേറ്റ്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആണ്. അതായത് ഈ എൻ്റർ ചെയ്യുന്ന അത്രയും മാസ് തന്നെ ലീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു സെഷനിൽ വരുന്ന മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ മാസ് ഫ്ലോ റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് kg/s ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സെക്ഷൻ 1 ഡെൻസിറ്റി എന്ന് പറയുന്നത് ρ1ഉം ഓക്കെ, ഈ ഒരു സെക്ഷനിലെ ഏരിയ A1ഉം ദെൻ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണെന്നും കൺസിഡർ ചെയ്യാം. ദെൻ സെക്കൻഡ് സെക്ഷനിലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ρ2ഉം ദെൻ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A2, ദെൻ അതിലത്തെ ആ ഒരു ഫ്ലോയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് V2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ദെൻ മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ ρ1 A1 V1. ഓക്കെ, മാസ് ഫ്ലോ റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ρAV ആണ്. ρ1 A1 V1 ഫസ്റ്റ് സെക്ഷൻ ആയതുകൊണ്ട് ρ1 A1 V1. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ യൂണിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ρAV ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു ഏരിയ മീറ്റർ സ്ക്വയർ ആണ് ഇൻറ്റു V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. സോ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ മീറ്റർ ക്യൂബ് ഇൻറ്റു മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ ക്യൂബ് ആണ്. സോ kg/s മാസ് ഫ്ലോ റേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ρ1 A1 V1 ആണ് മാസ് ഫ്ലോ റേറ്റ് അറ്റ് സെക്ഷൻ 1. ഓക്കെ, ഇനി സെക്ഷൻ 2 റോ2 A2 V2 എന്ന് വരും.
ഓക്കെ, അപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 1.1 മാസ് ഫ്ലോ റേറ്റും സെക്ഷൻ 2.2 മാസ് ഫ്ലോ റേറ്റും ഈക്വൽ ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ρ1 A1 B1 is equal to ρ2 A2 B2 എന്ന് വരും. ഓക്കെ, ഇതിപ്പോ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പാണ് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡെൻസിറ്റി ഈക്വൽ ആയിരിക്കും. സോ A1 B1 is equal to A2 B2 എന്ന് വരും. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ. A1 B1 is equal to A2 B2. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് 2 ഡയമെൻഷനിൽ പറയുന്നതാണ്. ദെൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആദ്യം തന്നെ നമ്മളൊരു റെക്ടാങ്കുലർ എലമെന്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ എലമെന്റിന്റെ ABCD എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെ ഒരു ഫ്ലൂയിഡ് മാസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ, അതായത് അതിന്റെ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ഫ്ലൂയിഡ് മാസ് ABCD എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെ എൻ്റർ ചെയ്യാണ്. ദെൻ EFGH എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ കൂടെ അത് ലീവ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഈ ഒരു റെക്ടാങ്കുലർ എലമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ X ഡയറക്ഷനിലുള്ള ലെങ്ത് DX, ദെൻ Y ഡയറക്ഷനിലുള്ള ലെങ്ത് വരുന്നത് DY, ദെൻ Z ഡയറക്ഷനിലുള്ള ലെങ്ത് വരുന്നത് DZ. ഓക്കെ, ദെൻ അഗെയിൻ X ഡയറക്ഷനുള്ള വെലോസിറ്റി U ആണ്, Y ഡയറക്ഷനുള്ള വെലോസിറ്റി V ആണ്, Z ഡയറക്ഷനുള്ള വെലോസിറ്റി W ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എന്താണ് ഡിറൈവ് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് തന്നെയാണ്. സോ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദ റീജിയൻ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദ റീജിയൻ, അതായത് ABCD എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്ന് EFGH എന്ന് പറയുന്ന ആ ഒരു പോർഷനിലേക്ക് പോകുന്നു, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതോറും വരുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ്. ഇതാ ഒരു ഫ്ലൂയിഡ് മാസിന്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് the fluid mass enters the region per unit time minus fluid mass leaves the region per unit time ന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഒരു 10 കിലോഗ്രാം പെർ സെക്കൻഡ് എൻ്റർ ചെയ്തു, ദെൻ 8 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് ലീവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നെറ്റ് മാസ് റിമെയിൻ ചെയ്തത് 10 - 8 ആണ്. സോ 2 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് റിമെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ദി ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദ റീജിയൻ, അതായത് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് സെക്കൻഡ് സെക്ഷനിലേക്ക് ABCD എന്ന് പറയുന്ന ഈ ഒരു സൈഡിൽ നിന്ന് EFGH എന്ന് പറയുന്ന ഈ ഒരു സൈഡിലേക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ വരുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ, അതായത് ഇൻഫ്ലോയുടെ ഔട്ട്ഫ്ലോയുടെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ, ഓക്കെ, ഇതിൽ നമ്മൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് ആണ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ വരുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ്. ഓക്കെ, ആ ഒരു ഫ്ലൂയിഡ് മാസ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ മൈനസ് ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ ചെയ്യുമ്പോൾ, അതായത് 10 - 8 ചെയ്യുമ്പോൾ നമുക്ക് 2 കിലോഗ്രാം പെർ സെക്കൻഡ് ഇവിടെ റിമെയിൻ ചെയ്യുന്നു എന്ന് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ, ഈ സെക്ഷനിലേക്ക് പോകുമ്പോൾ വരുന്ന റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് എന്ന് പറയുന്നത് നെറ്റ് മാസ് റിമൈൻഡ് ഇൻ ദ ഫ്ലൂയിഡ് എലമെന്റ്. നെറ്റ് മാസ് റിമൈൻ ചെയ്യുന്ന പറയുന്നത് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് മാസ് റിമൈൻ ചെയ്യുന്നത് കിട്ടും. ഓക്കെ, അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് പ്രൂവ് ചെയ്തിട്ട് വേണം, ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് വേണം നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആദ്യം നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് എന്ന് പറയുന്നത് പറഞ്ഞു, നെറ്റ് മാസ് ഇതിൽ റിമൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് മാസ് റിമൈൻഡ് ഇൻ ദി ഫ്ലൂയിഡ് എലമെന്റ് കിട്ടാം. ഓക്കെ, അപ്പൊ അതിനാദ്യം ഫ്ലൂയിഡ് മാസ് എൻറ്റേഴ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാസ് ഫ്ലോ റേറ്റിന്റെ സെയിം ഇക്വേഷൻ തന്നെ ρ × A × വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇവിടത്തെ വരുന്ന ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ ABCD എന്ന് പറയുന്ന ഈ ഒരു സെക്ഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ DZ × DY. ഓക്കെ, ഇതൊരു റെക്ടാങ്കിൾ ആണ്. സോ DY × DZ × V. X ഡയറക്ഷനുള്ള വെലോസിറ്റി U ആണ്. ഓക്കെ, അപ്പോൾ ρ × DY DZ × U. ഓക്കെ, അപ്പൊ നമുക്കത് മാറ്റി എഴുതുമ്പോൾ ρU × DY DZ ആണ് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് ഫ്ലോ റേറ്റ് എൻ്ററിങ് ദ റെക്ടാങ്കുലർ എലമെന്റ്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് മാസ് ലീവ്സ് ദ റീജിയൻ പെർ യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ എൻ്റർ ചെയ്തത് ρU × DY DZ ആണ് എൻ്റർ ചെയ്തത്.
ഓക്കെ, അപ്പൊ അത്രയും മാസ് ഫ്ലോ റേറ്റ് ഉണ്ട്, പ്ലസ് എക്സ്ട്രാ ഇവിടെ നിന്ന് ഈ ഒരു dx ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ചേഞ്ചും കൂടെ ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ് ഡയറക്ഷനിൽ വന്ന ഈ എൻ്റർ ചെയ്തത് പ്ലസ് ഈ ഒരു ഡി എക്സ് ഡിസ്റ്റൻസിൽ വരുന്ന ആ ഒരു ചേഞ്ചും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുമ്പോൾ എൻറ്ററിങ് മൈനസ് ലീവ്, അതായത് എത്ര ഫ്ലൂയിഡ് മാസ് എൻ്റർ ചെയ്തു ദെൻ അതിൽ നിന്ന് എത്ര മാസ് ലീവ് ചെയ്തു എന്നുള്ളത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിമെയിൻ ചെയ്തു എന്ന് കിട്ടും. അതായത് ഇവിടെ 10 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് എൻ്റർ ചെയ്തത്, ദെൻ 8 കിലോഗ്രാം പെർ സെക്കൻഡ് ലീവ് ചെയ്തു. ഓക്കെ, അപ്പം ദെൻ ഇതിൽ റിമെയിൻ ചെയ്യുന്ന ഫ്ലൂയിഡ് എത്ര ഫ്ലൂയിഡ് മാസ് ആണ് ഇവിടെ റിമെയിൻ ചെയ്യുന്നത് കിട്ടണമെങ്കിൽ ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ എൻറ്ററിങ് മൈനസ് ലീവിങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ യു ഡി വൈ ഡി സെഡ് മൈനസ് ഓക്കെ ഈ ഒരു ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡ് മാസ് ഫ്ലോ റേറ്റും കൂടെ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് ഡി എക്സ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൽ റോ യു ഡി വൈ ഡി സെഡ് മൈനസ് റോ യു ഡി വൈ ഡി സെഡ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും. ദെൻ ആൻസർ വരുന്നുണ്ടാവാം, ആൻസർ വരുന്നത് നെഗറ്റീവ് ഓഫ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു ഇൻറ്റു ഡി വൈ ഡി സെഡ് ഡി എക്സ് എന്നാണ് എക്സ് ഡയറക്ഷനിലുള്ള മാസ് ഫ്ലോ റേറ്റ് വരുന്നുണ്ടാവാം. ഓക്കെ, ഇത് എക്സ് ഡയറക്ഷനിലുള്ളതാണ്. സെയിം വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷനിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ ഇൻറ്റു യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് ആണ്. ഓക്കെ, ഇനി വൈ ഡയറക്ഷനിലാവുമ്പോൾ മൈനസ് ഡോ ബൈ എക്സിന് പകരം ഡോ വൈ ആവും. ദെൻ റോ ഇൻറ്റു യു എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആയിരുന്നു. ഇനി വൈ ഡയറക്ഷനിലുള്ളതെന്ന് പറയുമ്പോൾ വി ആവും. ഓക്കെ, ഇപ്പോൾ വി ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, ഇനി സെഡ് ഡയറക്ഷനിലെന്ന് പറയുമ്പോൾ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് ഡയറക്ഷനിലുള്ളതും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും 3 ഡയറക്ഷനിലുള്ള നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ്. ഓക്കെ, പിന്നെ ഇത് ടോട്ടൽ നെറ്റ് മാസ് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം കൂടെ ആഡ് ചെയ്യണം. സോ നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു. ഓക്കെ, നെഗറ്റീവും ഈ 3 ഡി എക്സ് ഡി വൈ ഡി സെഡും കോമൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് പെർ യൂണിറ്റ് ടൈം വരുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദ റീജിയൻ ആണ് നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് പെർ യൂണിറ്റ് ടൈംക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എൻറ്ററിങ് മൈനസ് ലീവിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി എലമെന്റ് പെർ യൂണിറ്റ് ടൈം കിട്ടുക. റിമൈൻ പെർ യൂണിറ്റ് ടൈം നമുക്ക് കിട്ടുന്നത് എൻറ്ററിങ് മൈനസ് പെർ യൂണിറ്റ് ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് എൻറ്ററിങ് മൈനസ് ലീവിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻ പെർ യൂണിറ്റ് ടൈം കിട്ടും. ഓക്കെ, ഇതിൽ നമുക്കിനിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസ് കണ്ടെയ്ൻ വിത്തിൻ ദ റീജിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനാദ്യം തന്നെ മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദി എലമെന്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ അതിൽ നിന്ന് മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദി എലമെന്റ്. ഈ ഒരു എലമെന്റിന്റെ വോളിയം എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ്, ലെങ്ത്, വൈ ഡയറക്ഷനിലുള്ള ലെങ്ത്, സെഡ് ഡയറക്ഷനിലുള്ള ലെങ്ത്, ഇത് 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആ ഒരു റെക്ടാങ്കുലർ എലമെന്റിന്റെ വോളിയം കിട്ടും. ഓക്കെ, അപ്പോൾ റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് വിത്തിൻ ദി ഫ്ലൂയിഡ് എലമെന്റ് ആണ്. സോ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ ബൈ ഡോ ടി ഓഫ് റോ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ,
അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫ്ലൂയിഡ് മാസും നെറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് റിമൈൻഡ് ഇൻ ദി ഫ്ലൂയിഡ് എലമെന്റ് പെർ യൂണിറ്റ് ടൈം കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് റോ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച നെറ്റ് മാസ്. ഓക്കെ, അപ്പോൾ അത് മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് രണ്ടിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കോമൺ ആണ്. സോ അത് കട്ട് ചെയ്ത് കളയാം. ഇപ്പം റിമൈനിങ് ടേംസ് വരുന്നത് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ യു ബൈ ഡോ എക്സ്. ഓക്കെ, മൈനസ് കോമൺ എടുക്കുകയാണെങ്കിൽ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി ആൻസർ വരുമ്പോൾ ഈ ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഈ ഒരു ടേം ഈസ് ഈക്വൽ ടു 0 എന്നായിരിക്കും നമുക്ക് ലാസ്റ്റ് ആൻസർ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഡോ റോ ബൈ ഡോ ടി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റോ യു പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് റോ വി പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ ഡബ്ല്യു ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, ഇത് ജനറൽ ഫോം ആണ്. അത് കാരണം നമുക്കത് സ്റ്റഡിയുടെ കേസിൽ, അൺസ്റ്റഡി ഫ്ലോയുടെ കേസിൽ യൂണിഫോം, നോൺ യൂണിഫോം, കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിന്റെ കേസിലൊക്കെ ഈ ഒരു ഇക്വേഷൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റഡി ഫ്ലോയുടെ കേസിലാണെങ്കിൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈമിന്റെ ടേം 0 ആയി പോകും. വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് വരില്ല എന്നാണ്. സോ ഡോ റോ ബൈ ഡോ ടി എന്ന് പറയുന്നത് 0 ആയി പോകും. ഓക്കെ, അപ്പോൾ റിമൈനിങ് ടേംസ് മാത്രമായിരിക്കും സ്റ്റഡി ഫ്ലോയുടെ കേസിൽ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കേസിലാണെങ്കിൽ ഡെൻസിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് എക്സ് ആൻഡ് എക്സ് കോമ വൈ കോമ സെഡ് ആണ്. സോ ഡെൻസിറ്റിയുടെ ടേം ഒക്കെ ക്യാൻസൽ ആയി പോകും. ദെൻ റിമൈനിങ് വരുന്നത് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിലും യൂസ് ചെയ്യാറുള്ളത്. ദിസ് ഇസ് ദി 3-dimensional കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ. സ്റ്റഡി എന്ന് പറയുമ്പോൾ ടൈമിന്റെ ആ ഒരു ടേം പോയി. ദെൻ ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് ഡെൻസിറ്റിയുടെ റോ എന്ന് പറയുന്ന ആ ഒരു ടേം പോയി. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയുടെ കേസിലാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ 15th B ക്വസ്റ്റ്യൻ വരുന്നത് വാട്ടർ ഈസ് ഫ്ലോയിങ് അറ്റ് ദി റേറ്റ് ഓഫ് 20 liters per second ത്രൂ എ ടാപ്പറിംഗ് പൈപ്പ്. 20 liters per second ഡിസ്ചാർജ് ആണ് 20 liters per second. ഓക്കെ, ത്രൂ എ ടാപ്പറിംഗ് പൈപ്പ്. ടാപ്പറിംഗ് പൈപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയ ചേഞ്ച് ആവുന്ന ആ ഒരു പൈപ്പിനെയാണ് നമ്മൾ ടാപ്പറിംഗ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡയാമീറ്റേഴ്സ് അറ്റ് ബോട്ടം ആൻഡ് അപ്പർ എൻഡ്സ് ആർ 250 mm ആൻഡ് 150 mm. ഓക്കെ, അപ്പോൾ ബോട്ടത്തിൽ വരുന്നത് 250 mm ടോപ്പിൽ വരുന്ന ഡയ 150 mm ആണ്. If the intensities of pressure at the bottom and upper ends are 250 kilonewton per meter square and 150 kilonewton per meter square. അതായത് പ്രഷർ ഇന്റൻസിറ്റീസും കൂടെ ഒരു തന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ സെക്ഷൻ 1-1 എടുക്കാണ്. ഇവിടെ സെക്ഷൻ 2-2 എടുക്കുകയാണെങ്കിൽ ഓക്കെ, സെക്ഷൻ 1-1ലെ പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 150 kilonewton per meter square ആണ്. ദെൻ സെക്ഷൻ 2-2ലെ പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 250 kilonewton per meter square ആണ്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഇനി ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ്. ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ് എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഈ ഒരു ടാപ്പറിംഗ് പൈപ്പ് ഒരു ഡാറ്റം ലൈനിൽ നിന്ന് എത്ര ഹൈറ്റ് ഡിഫറൻസിലാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പോൾ ടോപ്പ് പോർഷൻ Z1 ഡിസ്റ്റൻസിലാണ്, ഡാറ്റം ലൈനിൽ നിന്ന് Z1 ഡിസ്റ്റൻസിലാണ് ടോപ്പ് പോർഷൻ ഇരിക്കുന്നത്. ദെൻ ബോട്ടം പോർഷൻ Z2 ഡിസ്റ്റൻസിലാണ് ഡാറ്റം ലൈനിൽ നിന്ന് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ് ആണ്. അതായത് Z1 മൈനസ് Z2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം Z1 മൈനസ് Z2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഗിവൺ നോക്കുമ്പോൾ D1 ഇസ് ഈക്വൽ ടു 150 mm. ഓക്കെ, ഇപ്പോൾ mm-നെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഇൻറ്റു 10⁻³ ചെയ്യണം. സോ 0.15 meter. Okay, then D2 is equal to 250 mm. 250 mm എന്ന് പറയുമ്പോൾ 0.25 meter. ഓക്കെ, അപ്പൊ നമുക്ക് ഡയ എഴുതിയതിന്റെ കൂട്ടത്തിൽ തന്നെ അവിടുത്തെ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിലെ ഏരിയയും സെക്കൻഡ് സെക്ഷനിലെ ഏരിയയും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ A1 is equal to pi/4 into D1 square, which is equal to pi/4 into 0.15 square.
അപ്പോൾ ആൻസർ വരുന്നുണ്ടാവാം 0.0177 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി സിമിലർലി A2 π/4 ഇൻറ്റു D2 സ്ക്വയർ ആണ്. സോ π/4 ഇൻറ്റു D2 എന്ന് പറയുമ്പോൾ 0.25 മീറ്റർ ആണ്. സോ 0.25 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0.0491 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഡയ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തു. പിന്നെ പ്രഷർ ഇന്റൻസിറ്റീസ് P1 ഉം P2 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ് കണ്ടുപിടിക്കണം. പ്രഷർ ഇന്റൻസിറ്റീസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡയ നമ്മൾ ഫൈൻഡ് ഔട്ട് ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബെർണോളിസ് ഇക്വേഷൻ ആണ്. അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെ. അതായത് ഈ ഒരു സെക്ഷനിൽ വരുന്ന ഫ്ലോയും ഈ ഒരു സെക്ഷനിലെ ഫ്ലോയും ഈക്വൽ ആയിരിക്കും എന്നുള്ള ആ ഒരു അസംഷനിലാണ്. സോ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. P1/ρg പ്ലസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു സെക്കൻഡ് സെക്ഷനിൽ ടോട്ടൽ എനർജി P2/ρg പ്ലസ് V2 സ്ക്വയർ ബൈ 2g പ്ലസ് Z2. അതായത് ഈ ഒരു ടാപ്പറിംഗ് സെക്ഷൻ എടുക്കുമ്പോൾ ഇതിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലോ എന്ന് പറയുന്നത് എത്രയാണോ അത്രയും തന്നെ ടോട്ടൽ അത്രയും തന്നെ ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കും. സോ അത് കോൺസ്റ്റന്റ്, രണ്ടും കൂടെ ഈക്വൽ ആയിരിക്കും. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആയിരിക്കും. അതാണ് ബെർണോളിസ് ഇക്വേഷനിൽ നമ്മൾ പറയുന്നത്. സോ P1/ρg എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ P1 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു 150 kN/m² ആണ്. ഓക്കെ, അപ്പോൾ 150 ഡിവൈഡഡ് ബൈ ρg എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. G നമുക്കറിയാം 9.81 ആണ്. പ്ലസ് V1 സ്ക്വയർ ബൈ 2g. V1 എന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് സെക്ഷൻ 11 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ആയിട്ട് സെക്ഷൻ 11 തന്നിട്ടില്ല. നമുക്ക് പകരം തന്നേക്കുന്നത് ഡിസ്ചാർജ് Q തന്നിട്ടുണ്ട്. നമ്മളിവിടെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് Q ഈസ് ഈക്വൽ ടു A1 V1 യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് V1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതേപോലെ Q ഈസ് ഈക്വൽ ടു A2 V2 യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് V2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് A1 ഉം A2 അറിയാം, Q അറിയാം. Q 20 liters/second ആണ്. സോ നമുക്ക് അതിനെ m³/s കൺവേർട്ട് ചെയ്യാൻ ബൈ 1000 ചെയ്യാം. ഇപ്പോൾ 20 liters/second 20 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്കത് m³/s യൂണിറ്റ് കിട്ടും. m³/s ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് മീറ്റർ സ്ക്വയറിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് Q is equal to A1 V1. ഓക്കെ, അപ്പോൾ ഇതിൽ Q എന്ന് പറയുന്നത് 20/1000 ആണ്. 20/1000 is equal to A1 V1. ഓക്കെ, A1 എന്ന് പറയുന്നത് 0.0177 ആണ്. 0.0177 ഇൻറ്റു V1 എന്ന് പറയുന്നതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. So V1. So V1 is equal to 20/1000 into 0.0177. Okay, അപ്പോൾ V1ന്റെ വാല്യൂ നമുക്ക് കിട്ടാം 1.13 m/s ആണ് V1 നമുക്ക് കിട്ടാം. ഇനി അതേപോലെ തന്നെ Q is equal to A2 V2. Okay, അപ്പോൾ 20/1000 which is equal to A2 എന്ന് പറയുന്നത് 0.049 ആണ്. 0.0491 into V2. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ V2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. V2 is equal to 20/1000 into ഇവിടെ 0.0491 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ആവും. സോ V2 is equal to 20/1000 into 0.0491. ഓക്കെ, അപ്പോൾ നമുക്ക് V2ന്റെ വാല്യൂ കിട്ടാം 0.407 m/s ആണ് V2ന്റെ വാല്യൂ കിട്ടാം. ഓക്കെ, അപ്പോൾ നമ്മൾ V1 ഉം V2 ഉം ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ നമുക്കിനി അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1.13 സ്ക്വയർ ബൈ 2 into 9.81 പ്ലസ് Z1 ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് P2/ρg. P2 നമുക്കറിയാം 250 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 250 kN/m² ആണ് P2. ഓക്കെ, അപ്പോൾ P2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
250 ഇൻറ്റു കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻³ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെയും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്തു. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.81 പ്ലസ് V2² ആണ്. V2 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 0.407 ആണ്. 0.407 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 പ്ലസ് Z2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിഫറൻസ് ഇൻ ആറ്റം ഹെഡ് ആണ്. ഡിഫറൻസ് ഇൻ ആറ്റം ഹെഡ് എന്ന് പറയുന്നത് Z1 മൈനസ് Z2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ Z1 മൈനസ് Z2 എന്ന് പറയുമ്പോൾ 250 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81 പ്ലസ് 0.407 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81. ഓക്കെ, അപ്പോൾ നമുക്ക് Z1 മൈനസ് Z2 ആണ്. സോ നമ്മൾ ആ Z2നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. സോ ബാക്കി ഈ റിമൈനിങ് ടേംസിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ മൈനസ് 150 ഇൻറ്റു 10⁻³ മൈനസ് ആണ്. സോ 150 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 9.81 മൈനസ് 1.13 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81. ഓക്കെ, അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Z1 മൈനസ് Z2 അതായത് ഡിഫറൻസ് ഇൻ ആറ്റം ഹെഡ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആൻസർ വരുന്നുണ്ടാവാം 10.134 മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബെർണോളിസ് ഇക്വേഷൻ ആണ്. ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ Z1 മൈനസ് Z2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. V1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ചാർജും തന്നിട്ടുണ്ട്, അവിടുത്തെ ഡയും തന്നിട്ടുണ്ട്. സോ ഡയ യൂസ് ചെയ്ത് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് Q ഡിവൈഡഡ് ബൈ വെലോസിറ്റി ചെയ്യുമ്പോൾ Q ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. ഇനി അതേപോലെ തന്നെ P2 നമുക്ക് തന്നിട്ടുണ്ട്. V2ന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് Z1 മൈനസ് Z2 ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് ഇൻ ആറ്റം ഹെഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് Z1 മൈനസ് Z2 ഈസ് ഈക്വൽ ടു 10.134 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് 16th A ക്വസ്റ്റ്യൻ വരുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷന്റെ അതായത് ബെർണോളിസ് ഇക്വേഷൻ നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ആണ്. P1 by rho g പ്ലസ് V1² by 2g പ്ലസ് Z1 is equal to P2 by rho g പ്ലസ് V2² by 2g പ്ലസ് Z2. ഓക്കെ, അപ്പോൾ അത് ഡിറൈവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. P by rho g plus V² by 2g plus Z is equal to a constant. Okay. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതായത് ബെർണോളിസ് ഇക്വേഷന്റെ എക്സ്പ്രഷൻ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു സിലിണ്ടറിക്കൽ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ സിലിണ്ടറിക്കൽ ബോഡിയുടെ ബോട്ടത്തിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് DA ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് DS ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു സ്ട്രീം ലൈൻ ആണ്. ഈ ഒരു സ്ട്രീം ലൈനില് സിലിണ്ടറിക്കൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. S ഡയറക്ഷനിലുള്ള ഒരു സ്ട്രീം ലൈൻ ആണ്. ഇതിന്റെ ബോട്ടം പോർഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ പ്രഷർ ഇന്റൻസിറ്റി അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടെ എലമെന്റൽ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ DA എന്ന് യൂസ് ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ സർഫസ് എടുത്ത് നമ്മൾ അതിന്റെ ഒരു എലമെന്റൽ ഏരിയ ആണ്, ചെറിയൊരു ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് P ഇൻറ്റു DA ആണ് പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത് P ഇൻറ്റു DA. ഓക്കെ, P ഇൻറ്റു DA ആണ് ബോട്ടം പോർഷനിൽ, ആ സിലിണ്ടറിക്കൽ സർഫസിന്റെ ബോട്ടം പോർഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് P ഇൻറ്റു DA ആണ്. ഇനി ടോപ്പ് പോർഷനിൽ അതായത് ഈ S ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ആണ് നമ്മൾ P ഇൻറ്റു DA പറഞ്ഞത്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ആണ് P പ്ലസ് ചേഞ്ച് ഇൻ ദി പ്രഷർ, അതായത് P പ്ലസ് ഡോ P ബൈ ഡോ S ഇൻറ്റു DS. അതായത് ഡോ എസ് ഇൻറ്റു DS നമ്മൾ എഴുതുന്നത് ആ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു DS ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു പ്രഷർ ഇന്റൻസിറ്റീസിൽ വരുന്ന ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ ആ ഒരു ഡോ എസ് ഇൻറ്റു DS കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് P പ്ലസ് ഡോ P ബൈ, അതായത് ഓൾറെഡി P ആക്ട് ചെയ്യുന്നുണ്ട്,
ദെൻ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുമ്പോൾ പി പ്ലസ് ആ ഒരു ചെറിയ വേരിയേഷൻ കൂടെ ഉണ്ട്, ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി എ. അതായത് പ്രഷർ ഫോഴ്സ് ആണ്. പ്രഷർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താലാണ് പ്രഷർ ഫോഴ്സ് ആവുന്നത്. സോ പ്രഷർ ഇൻറ്റു ഈ ഒരു ഏരിയ ഡി എ എലമെന്റൽ ഏരിയയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇന്റൻസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ടോപ്പിലേക്ക് അതായത് എസ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് പി ഇൻറ്റു ഡി എ ആണ്. ഓപ്പോസിറ്റ് എസ് ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് പി പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി എ ആണ് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സിലിണ്ടറിക്കൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വേറൊരു ഫോഴ്സും കൂടി ഉണ്ട്. അതായത് ഈ ഒരു സിലിണ്ടറിക്കൽ ബോഡിയുടെ വെയിറ്റും കൂടെ ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, ഇതിൽ മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് നമുക്കറിയാം. സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ഈ ഒരു സിലിണ്ടറിക്കൽ സർഫസിന്റെ ഇവിടുത്തെ ഏരിയ, ബോട്ടത്തിലെ ഏരിയ ഡി എ എന്ന് പറഞ്ഞു. സോ നമുക്ക് വോളിയം ആണ് വേണ്ടത്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് മാസ്. ഓക്കെ, അപ്പോൾ വോളിയം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇവിടുത്തെ ഏരിയ ഡി എ നമുക്ക് തന്നു, ഇൻറ്റു ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വോളിയം കിട്ടും. അതായത് ആ ഒരു സിലിണ്ടറിക്കൽ ബോഡിയുടെ മൊത്തം വോളിയം നമുക്ക് കിട്ടും. സോ ഡി എ ഇൻറ്റു ഡി എസ്. ഓക്കെ, ഇപ്പോൾ റോ ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എസ് ചെയ്യുമ്പോൾ നമുക്ക് മാസ് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യണം. സോ റോ ഇൻറ്റു ജി ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എസ്. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കിട്ടുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, റോ ജി ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എസ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് വെയിറ്റ് ആക്ട് ചെയ്യുക. നമുക്കറിയാം ഒരു ബോഡി നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ വെയിറ്റ് കറക്റ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്സിസിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് ഈ ഒരു സ്ട്രീം ലൈനിന്റെ ഈ ഒരു പാത്തിൽ വരുന്ന വെയിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു എസ് ഡയറക്ഷനിൽ സ്ട്രീം ലൈനിന്റെ ആ ഒരു ഡയറക്ഷനിൽ വരുന്ന വെയിറ്റ് ആണ് നമുക്ക് അറിയേണ്ടത്. സോ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ, അതായത് ഈ ഒരു ആക്സിസിൽ സിലിണ്ടറിക്കൽ ബോഡിയുടെ ഈ ഒരു ആക്സിസിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് കിട്ടണം. ഓക്കെ, അപ്പൊ ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു സിലിണ്ടറിക്കൽ ബോഡിയാണ്. സോ വെർട്ടിക്കൽ ആക്സിസിൽ നിന്ന് ഒരു തീറ്റ മാറിയിട്ടാണ് സിലിണ്ടറിക്കൽ ബോഡിയുടെ ആക്സിസ് കിടക്കുന്നത്. സോ ഒരു തീറ്റ ആംഗിൾ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ മാറ്റി വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഡി എസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ ഡി എസ് ആണ്. ഓക്കെ, ഇത് സെഡ് ഡയറക്ഷൻ ആണ്, വെർട്ടിക്കലി ആണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മളത് സെഡ് ഡയറക്ഷനിലാണ്. സോ ഡി സെഡ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതില് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഡി സെഡ് ബൈ ഡി എസ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് വെയിറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റയാണ്. ഓക്കെ, കോസ് തീറ്റ എന്ന് പറയുമ്പോഴാണ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ കോസ് തീറ്റ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റോ ജി ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എസ് ഇൻറ്റു കോസ് തീറ്റയാണ് വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഡിറൈവ് ചെയ്യാൻ വേണ്ടത് ആദ്യം തന്നെ ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിലിണ്ടറിക്കൽ ബോഡി. അപ്പൊ ഫസ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പ്രഷർ ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഇൻ എസ് ഡയറക്ഷൻ. അതായത് പ്രഷർ ഫോഴ്സ് ഇൻ എസ് ഡയറക്ഷൻ. ഓക്കെ, അത് പി ഇൻറ്റു ഡി എ ആണ്. ദെൻ സെക്കൻഡ് ആക്ട് ചെയ്യുന്നത് പ്രഷർ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു എസ് ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് പി പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി എ ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്. ഓക്കെ, ഇനി തേർഡ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി സിലിണ്ടറിക്കൽ വെയിറ്റ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ വെയിറ്റ് ആക്ടിങ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ഡി എ ഇൻറ്റു
ഡി എസ് ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അതാണ് വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിലിണ്ടറിക്കൽ ബോഡി കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു എം എ, അതായത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതായത് ടോട്ടൽ പ്രഷർ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിലിണ്ടറിക്കൽ ബോഡി വിൽ ബി ഈക്വൽ ടു ദി മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ടോട്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സ് ഇൻ എസ് ഡയറക്ഷൻ, പ്രഷർ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു എസ് ഡയറക്ഷൻ, ദെൻ വെയിറ്റ് ആക്ടിങ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഈ മൂന്ന് ഫോഴ്സസ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫോഴ്സസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആക്ടിങ് ഓൺ ദി ബോഡി. സോ ഓക്കെ, അപ്പോൾ കൺസിഡർ ദി ഫ്ലൂയിഡ് ഓഫ് മോഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഇൻ ദി ഫ്ലോ ഫീൽഡ് ഇൻ സ്റ്റഡി ഫ്ലോ. ഓക്കെ, നമ്മളിത് സ്റ്റഡി ഫ്ലോയിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. അപ്ലൈയിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു, അതായത് ടോട്ടൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിലിണ്ടറിക്കൽ ബോഡി. ആ ഒരു സിലിണ്ടറിക്കൽ ബോഡിയിൽ നമ്മൾ പറഞ്ഞു പ്രഷർ ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ഉണ്ട്, പ്രഷർ ഫോഴ്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ഉണ്ട്, ദെൻ ടോട്ടൽ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ഫോഴ്സസും കൂടെ, അതായത് ടോട്ടൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു ദി മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ അതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പറയുന്നത്. ടോട്ടൽ പ്രഷർ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ അത് ആ ഒരു സെയിം ലോ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ പ്രഷർ ഫോഴ്സസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് മൂന്നും കൂടെ, അതായത് പ്രഷർ ഫോഴ്സസ് ഇൻ എസ് ഡയറക്ഷനിൽ നമ്മൾ ആക്ട് ചെയ്യുന്നത് പി ഇൻറ്റു ഡി എ, ദെൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് പി പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി എ. സോ അത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, സോ മൈനസ്. ഓക്കെ, അപ്പോൾ പി പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി എ. ഓക്കെ, മൈനസ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. സോ വെയിറ്റ് ഇസ് ഈക്വൽ ടു റോ ജി ഡി എ ഡി എസ് കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്മ എഫ് എസ് ഇസ് ഈക്വൽ ടു, അതായത് ടോട്ടൽ ഫോഴ്സസ് ഇൻ എസ് ഡയറക്ഷൻ വിൽ ബി ഈക്വൽ ടു ദി മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ. ഓക്കെ, in the regions of flow where the net frictional forces are negligible, there is no pump of turbine and there is no heat transfer along the streamline. The significant forces acting in x directions are, അതായത് ഈ ഒരു ഓയിലേഴ്സ് ഇക്വേഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സസ് ആക്ടിങ് ഓൺ ബോത്ത് ഡയറക്ഷനും ദെൻ കമ്പോണന്റ് ഓഫ് വെയിറ്റ് ഓഫ് ദി പാർട്ടിക്കിളും ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ ഫോഴ്സസും വെയിറ്റും ആണ് ഇതിൽ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ നമ്മളത് ഈക്വൽ ടു ഇനേർഷ്യൽ ഫോഴ്സിനെ നമ്മളത് ഇക്വേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യേണ്ടത് ഓയിലേഴ്സ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷൻ ആണ് ഇപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓയിലേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നമ്മളിപ്പോ സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ അതില് മാസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. സോ ഡെൻസിറ്റി ഇൻറ്റു ഈ ഒരു സിലിണ്ടറിക്കൽ ബോഡിയുടെ ഏരിയ എന്ന് പറയുന്നത് ഡി എ ആണ്. ദെൻ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എസ് ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ ഡി എ ഇൻറ്റു ഡി എസ്, ഓക്കെ, ഇൻറ്റു എ എസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നോക്കുമ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് പുറത്തൊക്കെ എടുക്കുമ്പോൾ പി ഇൻറ്റു ഡി എ മൈനസ് പി ഇൻറ്റു ഡി എ മൈനസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി എ മൈനസ് റോ ജി ഇൻറ്റു ഡി എ ഡി എസ് കോസ് തീറ്റ is equal to rho into dA ds into acceleration in s direction. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ട് ഇതിൽ വരുന്നത് പി ഡി എ മൈനസ് പി ഡി എ കട്ടായി പോയി. ദെൻ റിമൈനിങ് ടേംസിൽ കോമൺ ആയിട്ട് വരുന്നത് ഡി എ ഇൻറ്റു ഡി എസ് ആണ്. ഓക്കെ, ഇതിൽ ഡി എ ഇൻറ്റു ഡി എസ് ഉണ്ട്, ഇതിൽ ഡി എ ഇൻറ്റു ഡി എസ് ഉണ്ട്, ഈ ടേമിലും ഡി എ ഇൻറ്റു ഡി എസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ടുള്ള ടേം ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ റിമൈനിങ് വരാം മൈനസ് ഡോ പി ബൈ ഡോ എസ് മൈനസ് റോ ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്.
minus dou p by dou s minus dou p by dou s minus rho g cos theta is equal to rho into acceleration in s direction. ഓക്കെ, ഇപ്പൊ ഇതിലെ ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം ആണ്. ഓക്കെ, അപ്പൊ അതില് ഡി വി എന്ന് പറയുമ്പോൾ ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് പ്ലസ് ഡോ വി ബൈ ഡോ ടി ഇൻറ്റു ഡി ടി എന്നാണ്. ഓക്കെ, അപ്പൊ ഇതില് ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. വി ബൈ ടി എന്നാണ് നമ്മൾ കോമൺ ചെയ്താറ്. ഇതില് ഡിഫറൻഷ്യേഷൻ ഫോമിൽ എഴുതുമ്പോൾ ഡി വി ബൈ ഡി ടി എന്നാണ് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഡി വി നമുക്കറിയാം. ദെൻ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി പ്ലസ് ഡോ വി ബൈ ഡോ ടി ഇൻറ്റു ഡി ടി ബൈ ഡി ടി. ഓക്കെ, അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ദെൻ റിമൈനിങ് വരുന്നത് ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി പ്ലസ് ഡോ വി ബൈ ഡോ ടി. ഓക്കെ ഓക്കെ അപ്പൊ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു വി പ്ലസ് ഡോ വി ബൈ ഡോ ടി. ഓക്കെ, നമ്മളിതിൽ ഫസ്റ്റ് ഇതിൽ കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിരുന്നു സ്റ്റഡി ഫ്ലോ ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ചസ് വരില്ല. സോ ഈ ഒരു ടേം 0 ആയിപ്പോയി. ഓക്കെ, അപ്പൊ റിമൈനിങ് വരുന്നത് ഡി വി ബൈ ഡി ടിയിൽ റിമൈനിങ് വരുന്നത് ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു വി ആണ് റിമൈനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇതിൽ എ എസിന്റെ ഇക്വേഷനിൽ എ എസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഡി വി ബൈ ഡി ടി. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഡോ പി ബൈ ഡോ എസ് റോ ജി ഇൻറ്റു കോസ് തീറ്റ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി എസ് ആണ്. ഓക്കെ, അപ്പോൾ ഡി സെഡ് ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ആക്സിലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു വി ആണ്. ഓക്കെ ഓക്കെ അപ്പൊ ഇതിൽ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ഡെൻസിറ്റിയുടെ ടേം വരുന്നുണ്ട്, റോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ 1 ബൈ റോ, ഈ ഒരു ടേമിൽ ഡെൻസിറ്റി ഇല്ല, സോ 1 ബൈ റോ മൈനസ് 1 ബൈ റോ ഇൻറ്റു ഡോ പി ബൈ ഡോ എസ് മൈനസ് ജി ഇൻറ്റു ഡി സെഡ് ബൈ ഡി എസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡോ വി ബൈ ഡോ എസ്. ഓക്കെ, അപ്പൊ ഇനി ഇതില് ഈ നെഗറ്റീവ് ടേംസിനൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എസ് പ്ലസ് 1 ബൈ റോ ഇൻറ്റു ഡോ പി ബൈ ഡോ എസ് പ്ലസ് ജി ഇൻറ്റു ഡി സെഡ് ബൈ ഡി എസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓയിലേഴ്സ് ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് യൂളേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ കിട്ടാം. ഓക്കെ, പിന്നെ ഇതിൽ നെക്സ്റ്റ് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു നമ്മൾ ഡി വി ബൈ ഡി എസ് ആക്കി, ദെൻ 1 ബൈ റോ എന്ന് പറയും 1 ബൈ റോ ഇൻറ്റു ഡി പി ബൈ ഡോ പി ബൈ ഡോ എസിന് നമ്മൾ ഡി പി ബൈ ഡി എസ് എന്ന് എഴുതി. ഓക്കെ, ദെൻ ജി ഇൻറ്റു ഡി സെഡ് ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് വയ്ക്കും. ഓക്കെ, ഇനി നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഇൻറ്റു ഇന്റഗ്രൽ ഡി വി ബൈ, ഓക്കെ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഡി എസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ കോമൺ ആയിട്ട് വരുന്ന ഡി എസ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ മാറിയിട്ട് വി ഇൻറ്റു ഡി വി പ്ലസ് 1 ബൈ റോ ഇൻറ്റു ഡി പി പ്ലസ് ജി ഇൻറ്റു ഡി സെഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡി എസ് ഡിവൈഡഡ് ബൈ ഡി എസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, അതായത് ഇൻറ്റു ഡി എസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇൻറ്റു ഡി എസ് ചെയ്യുമ്പോൾ വി ഇൻറ്റു ഡി വി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് എന്ന് വരുമ്പോൾ ഡി എസും കട്ട് ചെയ്ത് പോയി. ദെൻ അതേപോലെ 1 ബൈ റോ ഇൻറ്റു ഡി പി ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ചെയ്യുമ്പോൾ ഡി എസും കട്ടായി പോകും. ദെൻ ജി ഇൻറ്റു ഡി സെഡ് ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ചെയ്യുമ്പോൾ വീണ്ടും ഡി എസ് കട്ടായി പോകും. ഓക്കെ, അപ്പോൾ റിമൈനിങ് വരുന്നത് വി ഇൻറ്റു ഡി വി പ്ലസ് 1 ബൈ റോ ഇൻറ്റു ഡി പി പ്ലസ് ജി ഇൻറ്റു ഡി സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഇക്വേഷനെയാണ്. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഇൻറ്റു ഡി വി. ഓക്കെ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് 1/ρ ഇൻറ്റു ഡി പി പ്ലസ് ജി ഇൻറ്റു ഡി സെഡ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഈ ഒരു ഇക്വേഷനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/ρ ഇൻറ്റു ഇന്റഗ്രൽ ഡി പി ഇന്റഗ്രൽ ഡി സെഡ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. 0നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ വി ഇൻറ്റു ഡി വി എന്ന് പറയുമ്പോൾ വി ഇൻറ്റു ഡി വിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി സ്ക്വയർ ബൈ 2. വിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ടേമിനെ നമ്മൾ വെറുതെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഇൻറ്റു ഡി വിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ബൈ 2 ആണ്. ദെൻ 1/ρ ഇൻറ്റു ഇന്റഗ്രൽ ഡി പി എന്ന് പറയുമ്പോൾ പി, ദെൻ ജി ഇൻറ്റു ഇന്റഗ്രൽ ഡി സെഡ് എന്ന് പറയുമ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, പിന്നെ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ പറഞ്ഞു, P/ρg പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് ബെർണോളിസ് ഇക്വേഷൻ. ആ ഒരു ഇക്വേഷനിലേക്കാണ് നമുക്ക് ലാസ്റ്റ് എത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുമ്പോൾ P/ρg, ജിയുടെ ഒരു കുറവുണ്ട്, ദെൻ ഇവിടെ ജി എക്സ്ട്രാ ഉണ്ട്, വി സ്ക്വയർ ബൈ 2gയിൽ ജി ഇല്ല. സോ നമുക്ക് ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യാം. ഓക്കെ, അപ്പോൾ വി സ്ക്വയർ ബൈ 2g പ്ലസ് P/ρg പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. P/ρg പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതാണ് ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സിലിണ്ടറിക്കൽ ബോഡി കൺസിഡർ ചെയ്തു. സിലിണ്ടറിക്കൽ ബോഡിയിലെ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് ഇൻ എസ് ഡയറക്ഷനിലാണ് സ്ട്രീം ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ സ്ട്രീം ലൈനിൽ ഈ ഒരു സിലിണ്ടറിക്കൽ ബോഡിയുടെ ബോട്ടം പോർഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് പി ഇൻറ്റു ഡി എ ആണ്. ടോപ്പ് പോർഷനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് പി പ്ലസ് ഡോ പി ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ഇൻറ്റു ഡി എ ആണ്. ദെൻ അതിന്റെ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു എസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ പ്രഷർ ഫോഴ്സ് 3 ഫോഴ്സസ് നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്യാൻ മീൻസ് അപ്വേർഡ് ഡയറക്ഷൻ ഉള്ളത് പ്ലസും ഡൗൺവേർഡ് ഡയറക്ഷൻ ഉള്ളത് മൈനസും ആണ്. സോ അത് എഴുതി ഇൻറ്റു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ എഴുതി. ഓക്കെ, ദെൻ നമ്മൾ അവിടെ നിന്ന് ഡിറൈവ് ചെയ്തിട്ട് ആക്സലറേഷൻ ഇൻ എസ് ഡയറക്ഷനിൽ നമ്മൾ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആക്സലറേഷൻ ഇൻ എസ് ഡയറക്ഷൻ നമ്മൾ മാറ്റിയിട്ട് ഡോ വി ബൈ ഡോ എസ് ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ കട്ട് ചെയ്ത് കളഞ്ഞ് ലാസ്റ്റ് നമുക്ക് വി ഇൻറ്റു ഡി വി ഇൻറ്റു 1/ρ ഇൻറ്റു ഡി പി പ്ലസ് ജി ഇൻറ്റു ഡി സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഇതാണ് ഓയിലേഴ്സ് ഇക്വേഷൻ. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലി ബെർണോളിസ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ടർ ഇസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഹാവിംഗ് ഡയാമീറ്റർ 300 mm ആൻഡ് 200 mm അറ്റ് ദി ബോട്ടം ആൻഡ് അപ്പർ എൻഡ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ബോട്ടത്തിൽ 300 mm ടോപ്പിൽ അപ്പർ എൻഡിൽ 200 mm ആണ്. അപ്പർ പോർഷനിൽ വരുന്നത് 200 mm ബോട്ടം പോർഷനിൽ 300 mm ആണ്. ഓക്കെ, 200 mm ഇവിടെ 300 mm ആണ്. The intensity of pressure at the bottom end is 24.525 Newton per centimeter square. ഓക്കെ, അപ്പൊ ഇത് സെക്ഷൻ 1 ആണ്. ഓക്കെ, ഇപ്പോൾ സെക്ഷൻ 1 ബോട്ടം എൻഡിലത്തെയാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. സോ P2 ഈസ് ഈക്വൽ ടു 24.525 Newton per centimeter square. Then P1 is equal to 9.81 Newton per centimeter square. 9.81 Newton per centimeter square. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡയാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്, പ്രഷർ ഇന്റൻസിറ്റീസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഇതിന്റെ തൊട്ട് അതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം ഫോർമാറ്റ് ആണ്. ആകെ ഡിഫറൻസ് തന്നിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയി. ഓക്കെ, അത് മാത്രമാണ് ഇതിൽ വേരിയേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഡിസ്ചാർജ് ക്യൂ എന്ന് പറയുന്ന ഡിസ്ചാർജ് തന്നിരിക്കുന്നത് 40 liters per second ആണ്. ഓക്കെ, ക്യൂ ഈസ് ഈക്വൽ ടു 40 liters per second ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് ആക്കാൻ by 1000 ചെയ്യാം. ഓക്കെ, അപ്പൊ by 1000 ചെയ്യുമ്പോൾ
0.04 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഡിസ്ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡയ അറ്റ് സെക്ഷൻ 1.1, അതായത് നമ്മൾ അപ്പർ പോർഷൻ സെക്ഷൻ 1.1 ആയിട്ട് എടുക്കുകയാണ്. സോ അവിടുത്തെ ഡയ വരുന്നത് 200 mm. 200 mm is equal to മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.2 മീറ്റർ. ഓക്കെ, ദെൻ D2 ഈസ് ഈക്വൽ ടു 300 mm. 300 mm എന്ന് പറയുമ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 0.3 മീറ്റർ. ഓക്കെ, P1 ഈസ് ഈക്വൽ ടു 9.81 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാക്കണം. ഓക്കെ, സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻² ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 9.81 ന്യൂട്ടൺ ബൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയറിനെ നമുക്ക് മീറ്റർ സ്ക്വയർ ആക്കാൻ ഇൻറ്റു 10⁻² ചെയ്യുമ്പോൾ നമുക്കത് മീറ്റർ സ്ക്വയറിൽ കിട്ടും. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാനാണ് ഇൻറ്റു 10⁻² ചെയ്യണം. ഓക്കെ, അപ്പോൾ 9.81 ഇൻറ്റു ഈ 10⁻² മുകളിലേക്ക് പോകുമ്പോൾ 10⁻² ആവും. ഓക്കെ, അപ്പോൾ 10⁻² ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് P1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ P2 എന്ന് പറയുന്നത് 24.525 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 24.525 ഇൻറ്റു 10⁻². ഓക്കെ, ഇതിലൊരു ചെറിയ തെറ്റ് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാനാണ് 10⁻². നമുക്കിവിടെ സെന്റിമീറ്റർ സ്ക്വയറിനെയാണ് മീറ്റർ സ്ക്വയർ ആക്കാനുള്ളത്. സോ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 10⁻4 ആണ് വരാം. ഓക്കെ, അതായത് സെന്റിമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കാനാണ് നമ്മൾ ഇൻറ്റു 10⁻² ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻² നമ്മൾ സ്ക്വയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായത് 10⁻⁻4. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 10⁻⁻4 ആയി. അത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറുമ്പോൾ 10⁻⁻4 മുകളിലേക്ക് പോകുമ്പോൾ 10⁻4 ആയി. ഓക്കെ, അപ്പോൾ P2 എന്ന് പറയുമ്പോൾ 24.525 ഇൻറ്റു 10⁻4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിഫറൻസ് ഇൻ ഡാറ്റം ഹെഡ് ആണ്. തൊട്ട് മുമ്പ് ചെയ്ത ആ ക്വസ്റ്റ്യനിലെ സെയിം ഫോർമാറ്റ് ആണ്. അതായത് ഇവിടുത്തെ Z1 മൈനസ് ഇവിടുത്തെ ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ Z2 ആണെങ്കിൽ Z1 മൈനസ് Z2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ Z1 മൈനസ് Z2 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ബെർണോളിസ് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാനുള്ളത്. P1/ρg പ്ലസ് V1² ബൈ 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2² ബൈ 2g പ്ലസ് Z2. ഓക്കെ, അപ്പൊ ഇതിൽ P1/ρg P1 is equal to 9.81 into 10⁻4 ആണ്. 9.81 into 10⁻4 divided by rho into g എന്ന് പറയുമ്പോൾ 1000 into 9.81 plus V1² by 2g. V1 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സെയിം ആ ക്വസ്റ്റ്യനിൽ ചെയ്ത സെയിം ഫോർമാറ്റ് ആണ്. സോ V1 നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Q തന്നിട്ടുണ്ട്, ഡയ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡയ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ D1 is equal to 0.2 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഏരിയ is equal to π/4 into D1². ഓക്കെ, അപ്പോൾ π/4 into D1 എന്ന് പറയുന്നത് 0.2 മീറ്റർ ആണ്. സോ 0.2² എന്ന് പറയുമ്പോൾ നമുക്ക് A1 കിട്ടും. ഓക്കെ, ഇപ്പോൾ A1ന്റെ വാല്യൂ വരാം π/4 into 0.2² ചെയ്യുമ്പോൾ 0.0314 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് D2 തന്നിട്ടുള്ളത് 300 mm ആണ്. സോ 0.3 മീറ്റർ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ π/4 into D2². ഓക്കെ, ഇപ്പോൾ D2² ചെയ്യുമ്പോൾ π/4 into 0.3² ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാം 0.0707 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ A1ഉം A2ഉം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിസ്ചാർജ്. നമുക്കറിയാം, നമുക്ക് V1ഉം V2ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഏരിയ കണ്ടുപിടിച്ചത്.
ഓക്കെ, അപ്പോൾ Q is equal to A1 into V1. ഓക്കെ, അപ്പോൾ Q തന്നിട്ടുള്ളത് 40 liters per second ആണ്. നമ്മൾ അതിനെ 0.04 meter cube per second കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 0.04 meter cube per second is equal to A1 എന്ന് പറയുന്നത് 0.0314 into V1. ഓക്കെ, അപ്പോൾ V1 is equal to 0.04 divided by 0.0314. ഓക്കെ, അപ്പോൾ 1.274 meter per second V1 കിട്ടും. ഇനി അതേപോലെ തന്നെ V2 ചെയ്യുമ്പോൾ നമുക്ക് V2ന്റെ വാല്യൂ കിട്ടാം. V2 is equal to 0.566 meter per second എന്ന് V2 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ കിട്ടി. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ V1 is equal to 1.274 square divided by 2 into 9.81 plus Z1 is equal to P2. P2 എന്ന് പറയുന്നത് 24.525 into 10 raised to 4 ആണ്. ഓക്കെ, ഇപ്പോൾ 24.525 into 10 raised to 4 divided by 9810 1000 into 9.81 plus V2 എന്ന് പറയുന്നത് 0.566. ഓക്കെ, ഇപ്പോൾ 566 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into 9.81 പ്ലസ് Z2. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും ഈച്ച് ടേം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് Z1 മൈനസ് Z2 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ Z1 മൈനസ് Z2 ഇസ് ഈക്വൽ ടു ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക 14.9461 മീറ്റർ ആണ് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. അതായത് ഡിഫറൻസ് ഇൻ ആറ്റം ഹെഡ് എന്ന് പറയുന്നത് 14.9461 മീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടാപ്പറിംഗ് പൈപ്പ് ആണ്. സോ ഡയാമീറ്റേഴ്സ് 200 mm 300 mm നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കാം. ദെൻ അതേപോലെ അവിടുത്തെ പ്രഷർ ഇന്റൻസിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. ടോപ്പിൽ 9.81 ബോട്ടത്തിൽ 24.525 തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് Z1 മൈനസ് Z2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വരാം 14.9461 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.